ഞാനിന്നേ ഞാൻ എങ്ങനെ ഈ നഴ്സിംഗ് ഫീൽഡിൽ വന്നു പെട്ടു എന്നുള്ള കഥ പറയാം കേട്ടോ. ആഹ് 2007 തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം. അന്ന് നമുക്കറിയാലോ കേരള എൻട്രൻസ് എഴുതി അതിൽ നിന്നാണ് മെഡിക്കൽ, ബിഎസ്സി നഴ്സിംഗ്, ഡെന്റൽ, അങ്ങനെ അഗ്രികൾച്ചർ, അങ്ങനെ ഓരോരോന്നും ആ ഒരു സെക്ഷനിൽ നിന്ന് എടുക്കുന്നത്. അന്ന് എൻട്രൻസ് എഴുതിയവർക്കൊക്കെ അറിയാൻ പറ്റും. ആഹ് എല്ലാം ഈ ഒരു എൻട്രൻസിൽ നിന്ന് ആദ്യത്തെ റാങ്കുള്ള ഒരു മെഡിസിൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സമയം. അപ്പം എനിക്ക് നഴ്സിങ്ങിന് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എൻട്രൻസ് എഴുതിയേക്കുന്നത്. അപ്പോൾ പക്ഷേ അന്ന് ആ സമയത്ത് ഗവൺമെൻറ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയമാണ്. കാരണം കുറച്ച് കോളേജുകൾ മാത്രമേ ഗവൺമെൻറ്റുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളൂ. 15% സീറ്റ് ഗവൺമെൻറ്റിനും 50% മാനേജ്മെൻറ്റും എന്നൊക്കെ ഉള്ളത് അന്ന് ഭയങ്കര കേസും വഴക്കും ഒക്കെ നടക്കുന്ന സമയം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നമുക്കിങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം വരെ സമയം തരത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ കാനറ ബാങ്കിൻ്റെ ശാഖയിൽ നമ്മൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് സീറ്റ് ഉറപ്പാക്കണം. അത് കഴിഞ്ഞ് പിന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ചിലപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്ന് ഗവൺമെൻറ് കോളേജിലാവും. അപ്പം എനിവേ ഇങ്ങനെയാണ് സിറ്റുവേഷൻ ആ സമയത്തെ. അപ്പോൾ ആദ്യം അതിന് പ്രൈവറ്റിലാണ് കിട്ടുന്നത്. പിന്നെയും പ്രൈവറ്റിൽ തന്നെ ഞാൻ നിൽക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് കോൺട്രാക്റ്റ് ആരും സൈൻ ചെയ്യാതെ കുറച്ച് കോളേജുകൾ 4-5 കോളേജുകളേ ഉള്ളൂ. ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റിൽ തന്നെ പഠിക്കേണ്ടി വന്നാൽ ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്താണെന്ന് അറിയണം ഉള്ള ഭയങ്കര ആഗ്രഹം. ഭയങ്കര ഇഷ്യൂ ആണ്. ഭയങ്കര മെൻ്റലി അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പം വീട്ടിലും പറഞ്ഞു, പ്രൈവറ്റ് കോളേജിലൊക്കെ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, പഠിക്കാം, കുഴപ്പമില്ല. പക്ഷേ പ്രൈവറ്റിലാകുമ്പോൾ അത്രയും അറിയില്ല. ഇപ്പം ബാങ്ക് ലോൺ കിട്ടുമോ എന്നറിയത്തില്ല. കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും അത് സ്റ്റക്കാവും. അപ്പോൾ പകുതി വെച്ചിട്ട് നിർത്തേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ തൊട്ട് വീട്ടിനടുത്തുള്ള ഒരു ചേച്ചിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വെഞ്ഞാറമൂട് SBIയിൽ പോകുന്നുണ്ട്. അപ്പം നീ വരുന്നെങ്കിൽ നമുക്ക് മാനേജറോട് എന്നെ നേരിട്ട് ചോദിക്കാം. ബാങ്ക് ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഒരു മാനേജറെ ചെന്ന് ഡയറക്റ്റ് കാണാൻ പറഞ്ഞാലും എനിക്കൊരു മടിയാണ്. പക്ഷേ എന്തോ അന്നത്തെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിലെ ചേച്ചിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ മാനേജറിലെ ക്യാബിൽ തനിയെ കയറി. എന്നിട്ട് ഞാൻ ആ പുള്ളിക്കാരനോട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെതായിരിക്കാം. +2 കഴിഞ്ഞ് നിൽക്കുന്നതാണ്. എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ വിവരിക്കുകയാണ്, ചോദിക്കുകയാണ്. അപ്പോൾ അറിയാതെ കരഞ്ഞു. ഞാൻ പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരൻ 2007 കാര്യം കേട്ടോ. 2007-8 ആ സമയത്താണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. 8 ആണെന്ന് തോന്നുന്നു, 2008. എനിവേ ചോദിച്ചിട്ട് പുള്ളി ശാന്തമായിട്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടു. എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അതായത് പുള്ളി പറഞ്ഞു, എൻ്റെ മകനും +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവന് ഗോകുലം മെഡിക്കൽ കോളേജിൽ MBBSന് ചേർക്കാനാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടി ഞാൻ ഒരു 50 lakhs മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് പഠിക്കാൻ പൈസ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി പുറപ്പെടാവൂ. കാരണം ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ അത്രയും പൈസ നമ്മൾ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളൊരു സീറ്റ് നഷ്ടപ്പെട്ടത് കൊണ്ട് അത്രയും ഫീസ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഇറങ്ങാവൂ. എന്നിട്ട് പുള്ളി കുറച്ച് ഉപദേശങ്ങളും കൂടെ തന്നു. ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വീട്ടിൽ ട്യൂഷനൊക്കെ എടുക്കാം, കുറേ ഓപ്ഷൻസ് ഉണ്ട്, PGക്ക് പോവാം, പിന്നെ വേറെ വേറെ കോഴ്സുകളൊക്കെ എടുത്ത് നല്ല നിലയിലെത്താം എന്നൊക്കെ രീതിയിൽ പുള്ളി എന്നെ കുറേ ഉപദേശിച്ചു. അപ്പോൾ ഞാൻ അതെല്ലാം കേട്ടു. കണ്ണിൽ ഇങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. എന്തായാലും അതറിയാതെ അങ്ങനെ വന്നു പോകുന്നതാണ്. കേട്ടു, ഇറങ്ങി, ഞാൻ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പുള്ളി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടല്ലേ, ഞാൻ ഈ ബാധ്യതയൊക്കെ എല്ലാവരും കൂടെ വീട്ടുകാരെടുത്ത് വെച്ചിട്ട് പറ്റിയില്ലെങ്കിൽ അത് നഷ്ടമാകും. പിന്നെ അത്രയും സമയവും നഷ്ടമാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയാൽ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നിലയിൽ പാസ്സാകാൻ പറ്റും എന്ന അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ എന്തോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർക്കും തോന്നി അതെന്താ കാശുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്നാണോ ആ പുള്ളി ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകൻ 50 ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുന്ന കാര്യമൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിക്ക്. എനിവേ അതെന്തോ അതൊരു ടേണിംഗ് പോയിന്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. വീട്ടുകാർ പിന്നെ വേറെ കോളേജ്, പക്ഷെ ദൈവം നമുക്ക് തീരുമാനിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം എങ്ങനെയോ എനിക്ക് SBTന്ന് അവനൊരു SBTന്ന് ബാങ്ക് ലോൺ എല്ലാം ശരിയായി. ഞാൻ വേറൊരു കോളേജിൽ നഴ്സിംഗിന് ജോയിൻ ചെയ്തു.
എനിവേ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് എഴുതിയ PSC, അതായത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന PSC തന്നെ എനിക്ക് പിന്നെ എഴുതി കിട്ടി, മെറിറ്റിൽ കയറി. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് UK ജോലി ചെയ്യുന്നു. അപ്പം എന്തായാലും എനിക്ക് ആ പുള്ളിക്കാരനോടൊരു നന്ദി എപ്പോഴും മനസ്സിലുണ്ട്. എനിക്ക് ആ പുള്ളി ആരാന്നറിയില്ല, പേരറിയില്ല. പക്ഷെ അന്ന് ആ പുള്ളി എന്നെ അതായത് നിങ്ങളൊക്കെ അതിന് പോയാൽ മതി, കാശുള്ളവർ മാത്രം ഈ ഒരു ഫീൽഡിലോട്ട് വന്നാൽ മതി എന്ന് പറയാതെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഞാനും ചിലപ്പോൾ വേർതിരിഞ്ഞ് പോയനായിരുന്നു. അന്ന് ആ പുള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. എവിടെ ഇരുന്നാലും പുള്ളിയുടെ മകൻ ഇപ്പോൾ ഡോക്ടറായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ ആ പുള്ളിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയാം, നഴ്സിങ്ങിന് വരാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടല്ലോ നമ്മളെക്കുറിച്ച്. അതിനിപ്പോൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എന്തൊക്കെ ചെയ്താലും. അതാണ് ഞാൻ നഴ്സിങ്ങിന് വന്ന കഥ. നിങ്ങൾ ഈ നോർഫോക്കിലെ തുളിഫാമിൽ വന്ന വീഡിയോസാണ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു.